സോഷ്യൽ മീഡിയ കാലത്ത് നമ്മളെ തേടി വരുന്ന ബന്ധങ്ങൾ എല്ലാം തന്നെ ബെനിഫിഷ്യറി ഫ്രണ്ട്ഷിപ്പ് ആവണമെന്നില്ല. എന്നാൽ കൂടുതലും അത്തരം ബന്ധങ്ങളാണ് എന്നത് ഒരു സത്യമാണ്. എന്തെങ്കിലും ഒരു നേട്ടം ഉദ്ദേശിച്ച് നമ്മളെ തേടി വരുന്നവർ ധാരാളമാണ്. ഈ കാലം അതങ്ങനെയുമാണ്. ഒന്നുകിൽ അവരുടെ ഒരു ബിസിനസ് വ്യാപിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം നേടാൻ. പുരുഷന്മാരാവട്ടെ തങ്ങളുടെ ലൈംഗികമായ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടി ഒരു വല വിരിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ത്രീകളെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്ന ധാരാളം അവസ്ഥകളുണ്ട്. അത് ഒരേ പുരുഷൻ തന്നെ അനേകം സ്ത്രീകൾക്കിങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കും, എന്നിട്ട് പരിചയപ്പെടാൻ ശ്രമിച്ചു കൊണ്ടുമിരിക്കും. സ്ത്രീകൾ പലരും ഇത് തിരിച്ചറിഞ്ഞ് അവനെ ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ മറ്റു രീതിയിൽ ഇങ്ങനെ വരുന്ന പുരുഷന്മാരെ കെണിയിലാക്കി പണം തട്ടാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ ധാരാളമുണ്ട്. തിരിച്ച് സ്ത്രീകളിൽ നിന്ന് പണം തട്ടുന്ന പുരുഷന്മാരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബെനിഫിഷ്യറി ഫ്രണ്ട്ഷിപ്പുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു പെൺകുട്ടി മുതിർന്ന ഒരാളുമായി ഒരു സൗഹൃദത്തിന് തുനിയുമ്പോൾ അതിൽ ഒരു അസ്വാഭാവികത നമുക്ക് തോന്നാമെങ്കിലും ബെനിഫിഷ്യറി എന്ന അവസ്ഥ പുരുഷനും ലഭിക്കുന്നുണ്ട്. അയാൾക്ക് ഒരു മനസുഖം എല്ലാം അവളിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഇത്തരം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് നമ്മളെയെല്ലാം കുഴപ്പത്തിൽ ആക്കുന്നത്. ഇങ്ങനെ വരുന്ന ബന്ധങ്ങൾ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ശാരീരികമായി കണ്ടിട്ട് പോലുമില്ലാത്തവരുമായി ഉണ്ടാകുന്ന ചാറ്റ് ബന്ധങ്ങൾ, അത് നമ്മുടെ മനസ്സിൽ വലിയ മുറിവേൽപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന അവസ്ഥ ധാരാളമാണ്. ഇങ്ങനെ വരുന്നവർക്ക് മനസ്സിൽ മുറിവുണ്ടാക്കാനും കഴിയും, മുറിവുകൾ ഉണക്കാനും കഴിയും. അത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ചെന്നെത്തുകയും ചെയ്യും. അത് വലിയ ഒരു പരാജയമായി മാറാറുണ്ട്. എന്നാൽ ഒരു വ്യക്തി നിരന്തരം നിങ്ങളുടെ സൗഹൃദം തേടി വരുന്നുണ്ടെങ്കിൽ അത് അയാൾക്കൊരു ചോയ്സ് അല്ല, അവൾക്ക് ഒരു ചോയ്സ് അല്ല, മറിച്ച് അവൾക്ക് നിങ്ങൾ ഒരു നിർബന്ധമാണ്. അതൊരു ബന്ധമാണ്, നിർബന്ധം എന്ന ബന്ധം. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത്തരം സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്.